ഇതാ വീണ്ടും ഓണത്തിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി മെഴുക്കുവരട്ടിയായിട്ട് വന്നേക്കുക കേട്ടോ. അപ്പം വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കണം. കോവയ്ക്കയും കിഴങ്ങും കൂടെയാണ്. ഈ കോവയ്ക്ക ഇച്ചിരി പഴുത്തുപോയി. ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക കിട്ടുവാണെങ്കിൽ നല്ലത്. രണ്ടായിട്ട് പൊളന്നിട്ട് കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. കിഴങ്ങും അതുപോലെ തന്നെ 4ആയിട്ടോ 6ആയിട്ടോ ഒക്കെ മുറിച്ചിട്ട് ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇതൊരു വറവിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം അത് നമുക്കൊന്ന് വറുത്തെടുത്ത് വെക്കണം. അതിന് മുമ്പേ തന്നെ നമുക്കിതൊന്ന് അടുപ്പേ കയറ്റിയിട്ട് ബാക്കിയുള്ളത് വറക്കാം. ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഞാൻ ചൂടാവട്ടെ, ചട്ടി ചൂടാവട്ടെ. പാൻ ചൂടായപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായപ്പം കടുക് ഇട്ട് കൊടുത്തു. 1/4 സ്പൂൺ ചെറുജീരകം ചേർത്ത് കൊടുത്തു. കോവയ്ക്ക, കിഴങ്ങും കൂടെ അങ്ങ് ചേർത്തേക്കാവേ. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വെന്തോട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തൊരു മസാല റെഡിയാക്കാനുണ്ട്. ഇതാ പാനൊക്കെ ചൂടായി കിടക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ 1 സ്പൂൺ പരിപ്പിട്ട് കൊടുത്തു. സാമ്പാർ പരിപ്പാണ്. ഇതൊന്ന് ചുമന്ന് വരട്ടെ. എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ. പരിപ്പൊക്കെ ഒന്ന് ചുമന്ന് വന്നപ്പം ഇതാ അതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ മല്ലി, 1 സ്പൂൺ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, 1/2 സ്പൂണേ ഉള്ള. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്. ഇത് നിങ്ങൾക്ക് എത്ര വേണോ, കാശ്മീരി വറ്റൽമുളകാണെങ്കിൽ, അങ്ങനത്തെ നമ്മുടെ എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ ഒരു 4 എണ്ണം ഇട്ടോ. ഇത് എരിവുള്ളതായതുകൊണ്ടാണ് ഞാനിപ്പം 3 എണ്ണം ഇട്ടോ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. അതിൻ്റെ കൂടെ ഇതാ ഒരു പിടുത്തം തേങ്ങ, പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിത് 1/2 സ്പൂൺ കശ്കശും കൂടെ ചേർത്ത് കൊടുത്തേ. ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം. ഇതൊരു നല്ല സ്മെല്ലും സംഭവം കിട്ടും. അപ്പോൾ കശ്കശും കൂടെ ചേർത്ത് നല്ല പോലെ എണ്ണ ഒഴിച്ചിരിക്കാതെ വേണം കേട്ടോ ഒന്ന് ചുമക്ക വറുത്തെടുക്കണം. നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ കോവയ്ക്കയും കിഴങ്ങും ഒക്കെ എന്തായെന്നൊന്ന് നോക്കാവേ. വെള്ളം ഒഴിക്കാതെയാണ് നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കിഴങ്ങൊക്കെ കണ്ടോ വെന്തിട്ടുണ്ട്. ഒരൊറ്റ ആവിയും കൂടി ഒന്ന് കയറിക്കോട്ടെ. അപ്പം എല്ലാം റെഡിയാവും. അടച്ചു വെച്ച് ഒന്നും കൂടെ ആവി കയറിക്കോട്ടെ. ഇതാ കോവയ്ക്കയും കിഴങ്ങും ഒക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന നമ്മുടെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇതാ നോക്കിയേ. രണ്ടര സ്പൂൺ മതിയേ. ഈ സാധനം ഇല്ലേ, ഇങ്ങനെ നിങ്ങൾ പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ, അതുപോലെ തന്നെ ചേന മെഴുക്കുവരട്ടി വെക്കുമ്പോൾ, എന്ത് മെഴുക്കുവരട്ടി വെച്ചാലും ഈ സാധനം ഇട്ട് കൊടുത്താൽ മതി. ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. മണമൊക്കെ തന്നെ അടിപൊളിയാണ്. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതെടുത്ത് നമ്മൾ ബാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മുടെ വീട്ടിൽ എന്ത് മെഴുക്കുവരട്ടി എന്ത് സാധനം വെച്ച് ഉണ്ടാക്കിയാലും ആ മിക്സ് ഒന്ന് ഇട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കി എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചോ കേട്ടോ. കോവയ്ക്കയും കിഴങ്ങും കൂടെ ഉള്ള നല്ല അടിപൊളി ഒരു മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മെഴുക്കുവരട്ടി എന്നോ എന്ത് വേണേലും പറയാം. ഒരു ടേസ്റ്റ് സൂപ്പറാട്ടോ. മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്കൊന്ന് മൂടി വെച്ചേക്കാവേ. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ.
ഈ ഓണത്തിന് വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയായിരിക്കും. എന്നും നമ്മൾ ഒരേപോലത്തെ സാധനമല്ലേ ഉണ്ടാക്കുന്നത്. കോവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാണ്. ഇതും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന റെസിപ്പി തന്നെയാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനം. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നാണ്. ഇതിൻ്റെ ആ ഒരു മസാലയുടെ ഫ്ലേവറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. സൂപ്പറാണ്, അടിപൊളി ഒരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റുമാണ്. ചൂട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കണം. വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കണം. നല്ല ചോറിനാനൊക്കെ ഇത് മതിയാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.